ഹായ്, ഞാൻ ജയശ്രീ. ദേവദത്തം ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഗുജറാത്തിലെ യാത്ര തുടരുകയാണ്. അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ വൈകുന്നേരം GSRTC, അതായത് ഗുജറാത്തിൻ്റെ റോഡ് ട്രാൻസ്പോർട്ടിലേക്ക് കയറി. ഒരു 7 മണിയായപ്പോൾ അതിലൊരു ഓവർനൈറ്റ് ജേണിയാണ്. 7 മണിക്ക് ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോകുന്നത് സാസംഗീറിലേക്കാണ്. അതായത് ഗീർവനങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അത് നമുക്കൊരു ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട്, പ്രത്യേകിച്ച് എനിക്ക് നല്ല ആവേശമാണ്. കാരണം നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ, ഞങ്ങളുടെയൊക്കെ കാലത്ത് സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ച ആ ഗീർവനങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു, അത് കാണുന്നു എന്നൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനാണ് എന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചത്. കാരണം അച്ഛൻ അവിടുത്തെ മാഷായിരുന്നു. അതിനകത്ത് അച്ഛൻ പറയുമ്പോൾ അതൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് കിട്ടുന്ന മാതിരിയാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. അപ്പം അന്നേ എനിക്ക് അത് കാണണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആവേശമായിരുന്നു. ഒരു ഓവർനൈറ്റ് ജേണിയിൽ നമ്മൾ രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഒരു 5:30 മണിയായപ്പോൾ നമ്മൾ സാസംഗീറിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ വളരെ വിജനമായൊരു സ്ഥലമാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. കാരണം ലൈറ്റ് പോലും ഇല്ല അവിടെയെങ്ങും. അവിടെയൊക്കെ രാവിലെ ആവണമെങ്കിൽ ഒരു 7 മണിയൊക്കെ ആവുകയും ചെയ്യും, സൂര്യൻ്റെ രശ്മികൾ വരണമെങ്കിൽ. അപ്പം നമ്മൾ ആ പരിചയമില്ലാത്ത സ്ഥലം എന്താവും എന്നൊക്കെ ഒരു പേടിയായിരുന്നു. ഒരു വീടുകളും ഇല്ലാത്ത വനങ്ങളിൽ കൂടിയാണോ നമ്മൾ പോകുന്നത് എന്നൊക്കെ. പക്ഷേ ചെല്ലുമ്പോൾ അവിടെ ആ ഡ്രൈവർ അവിടെ നമുക്ക് ആ സ്റ്റോപ്പിലൊരു കടയുടെ സൈഡിലാണ് ഇറക്കിയത്. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10 രൂപയുടെ കുഞ്ഞു ചായ, കുറിയ ചായ, അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ അവിടെ നിന്നൊരു 6-7 കിലോമീറ്ററിൻ്റെ ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത്, ഇനിയും ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്താണ് താമസ സൗകര്യം ഏർപ്പാടാക്കിയേക്കുന്നത്. വിസ്പറിങ് വുഡ്സ്, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ഒരു കാറ് വന്നു, വരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അവിടെയുമൊക്കെ നമ്മളിങ്ങനെ കാറിലിരിക്കുമ്പോൾ നമുക്ക് പേടിയാവും. നല്ല വിജനമായ, അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്ര പോലെ നമുക്ക് തോന്നും. അപ്പുറത്തും എന്താ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എവിടെയും ലൈറ്റൊന്നുമില്ല. അങ്ങനെ ഒരു വഴി കൂടി പോയി അവിടെ എത്തി. അവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം നിറച്ച് രാവിലെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, നിറച്ച് ഗോതമ്പ് പാടങ്ങൾ, തേക്കും കാടുകൾ, ചെറിയ മാവിൻ തോട്ടങ്ങൾ. അതായത് നമ്മുടെ ചെറിയ പൊക്കത്തിലാണ്, അത്ര ഉയരമൊന്നുമില്ലാത്ത മാവ് എല്ലാവരും ഒരു തോട്ടം പോലെ നട്ടിട്ടുണ്ട്. അവിടെ കൃഷിയാണല്ലോ കൂടുതലും. ആ മാവിൽ അപ്പം തന്നെ പൂത്തിട്ടുണ്ട്, മാവ് നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ചെറിയ ഉയരത്തിലുള്ള മാവിൽ മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗോതമ്പ് പാടങ്ങൾ അതിനേക്കാളും ഭംഗിയാണ്. ആ ഗോതമ്പ് പാടങ്ങളിൽ എപ്പോഴും മയിലുകളും അതിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ താമസിച്ച സ്ഥലത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വീട് പോലെയാണ്. ഒരു വീടാണ് ശരിക്കും അത്. അതിനകത്ത് ഓരോരുത്തർ ഒരു 3 താഴത്ത് ഒരു 2 ബെഡ്റൂം, മുകളിലൊരു 3 ബെഡ്റൂം, അങ്ങനെ ആ രീതിക്കാണ് വീട് പണിതിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൂം കൊടുക്കും, ഓരോ ഫാമിലിക്കും. നല്ല രസമായിട്ടത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുമുണ്ട്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ തോന്നുന്ന ഒരു ഫീലാവുന്ന ഒരു ഓപ്പൺ സ്പേസ് പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലം. അവിടുത്തെ പ്രത്യേകം വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവിടെ ഒരാളുണ്ട്, എല്ലാം നോക്കാൻ ഒരാളുണ്ട്, ഒരു അമ്മൂമ്മയുണ്ട് നമ്മളെ സഹായിക്കാൻ, ഭക്ഷണമൊക്കെ തരാനും ക്ലീൻ ചെയ്യാനും ഒക്കെ. ശരിയായ ടിപ്പിക്കൽ ഗുജറാത്തി അമ്മൂമ്മ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത്, ലഞ്ചിന് എന്താ വേണ്ടത്, രാത്രി എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടത്, ഇടയ്ക്ക് ചായക്ക് സ്നാക്സ് വേണോ, ഇങ്ങനെ നമ്മളോട് നേരത്തെ തന്നെ ചോദിച്ചിട്ട് നമ്മുടെ കേരള സ്റ്റൈലിലല്ല, ഗുജറാത്തി സ്റ്റൈലിലുള്ള ഡിഫറെൻറ്റ് വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് പറയാം. അവരുടെ അടുത്ത് ഇന്നത് വേണം എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നല്ല രസമായിരുന്നു. ഞങ്ങൾ രണ്ടാളും വല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ എന്നാലും നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നാറുണ്ട്. കാരണം കുറേ വെറൈറ്റി ഫുഡുണ്ട്. നമുക്ക് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറെന്നറിയുമല്ലോ. അതുകൊണ്ട് നമുക്ക് അത്രയൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നല്ല ഫുഡായിരുന്നു. അവിടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓരോ പ്രാവശ്യവും ഓരോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തന്നു. 2.5 ദിവസം നമ്മൾ ഏകദേശം അവിടെ നിന്നു. അവിടെ വേറൊരു രസം വെച്ചാൽ, ഇവിടെ വലിയ പൂളുണ്ട്. ആ പൂളിൽ നമുക്ക് കുളിക്കാം. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പൂൾ ഉണ്ടാക്കിയേക്കണേ. ആ കുളിക്കുമ്പോൾ ആ വെള്ളത്തിന് എന്താ പ്രത്യേകം വെച്ചാൽ, അതിനകത്ത് ക്ലോറിനേറ്റഡ് വാട്ടർ അല്ല, അതിനകത്ത് നിന്ന് നാച്ചുറലായിട്ട് ഇവർ കിണറുണ്ടാകുമെന്ന് തോന്നുന്നു. ആ കിണറ്റിൽ നിന്ന് വരുന്നൊരു വെള്ളം, ആ വെള്ളം നമ്മളിപ്പോൾ ഇന്ന് അതിൽ കുളിച്ചു എന്ന് വെച്ചാൽ അതിനകത്ത് വീണ്ടും
ക്ലോറിനേറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്തയാൾക്ക് പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനാണല്ലോ. ഇത് പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ആ വെള്ളം പിന്നെ അത് അവിടെ നനയ്ക്കാനെല്ലാം ഫുൾ കൃഷിയുണ്ട് അവിടെ, ആ കൃഷിക്ക് നനയ്ക്കാൻ അതങ്ങ് ഉപയോഗിക്കുക ചെയ്യുന്നത്. വലിയ പൂളാണ് കേട്ടോ. അത് എനിക്ക് നല്ല ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറി. കാരണം അത് കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർ വീണ്ടും ആ പൂള് നിറയ്ക്കുന്നുണ്ട്. നിറയ്ക്കാന്ന് വെച്ചാൽ ഫുൾ ഒരു വലിയ പൈപ്പ്, വലിയ വ്യാസമുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നിറയും. നല്ല തണുപ്പാണ് ആ വെള്ളത്തിന്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് നമ്മൾ കുളിക്കാൻ പോയാൽ ആ വെള്ളത്തിൽ നല്ല തണുപ്പായിരിക്കും. നമുക്ക് വിറയ്ക്കും, ഇങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കും. പുറത്തൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ. ഗുജറാത്തിൽ ആ സമയത്ത് നല്ല ചൂടായിരുന്നു. അതാണ് വേറൊരു നമുക്ക് അവിടെ താമസിച്ചതിൽ നമുക്കൊരു സുഖമുള്ള ഒരു കാര്യം. കാരണം നമുക്ക് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാം, ഉണക്കാം, പെട്ടെന്ന് ഉണങ്ങും. നല്ല വെയിലും നല്ല കാറ്റും. വൈകുന്നേരം ആകുമ്പോൾ മയിലുകളെയൊക്കെ കാണാം. എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് അന്ന് വൈകുന്നേരം നമ്മൾ പോയത് ദേവാലയ എന്നുള്ള സ്ഥലത്തേക്കാണ്. അതായത് ഒരു ഫോറസ്റ്റ് തന്നെ, ഗീർവനങ്ങളല്ല, അതിൻ്റെ തന്നെ ഭാഗമായ പ്രൊട്ടക്റ്റഡ് വനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആ കാട്ടിലുള്ള ജീവികൾ തന്നെ ഭക്ഷണം കൊടുത്തിട്ട് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ എന്നല്ല കേട്ടോ, ഒരു വനം തന്നെയാണ്. ആ വനത്തിൽ നമ്മളെ അവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബസ്സിൽ നമ്മളെ കൊണ്ടുപോകും. കുറച്ചധികം ആൾക്കാരുണ്ടാവും ഒരു ബസ്സിൽ, ഒരു 40 പേരൊക്കെ കാണുമായിരിക്കും ഏകദേശം. അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ സൈഡിൽ കൂടി നമ്മൾ ഇറങ്ങണമൊന്നുമില്ല, പക്ഷെ സൈഡിൽ നമ്മൾ സിംഹത്തിനെയൊക്കെ കണ്ടു. തൊട്ട് താഴത്ത് ഉണ്ടായിരുന്നു സിംഹം, ബസ്സിൻ്റെ തൊട്ട് താഴെ വനത്തിൻ്റെ ഉള്ളിൽ. നമ്മൾ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ അതിനൊരു പേടിയില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു വണ്ടികളൊക്കെ പോയിട്ട് അതിന് ശീലമായിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു വലിയ ഏരിയയിൽ, അതായത് ഒരു ചെറിയ ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള ഏരിയ, വട്ടത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് കുറേ പുലികളുണ്ട്. പുലികൾ മരത്തിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്, താഴ്ത്തുണ്ട്. കുറേ എണ്ണമുണ്ട്, ഒരു 10-15 എണ്ണമൊക്കെ കാണുമായിരിക്കും. അത് നല്ലൊരു കാഴ്ചയാണ്, ആ മരത്തിൻ്റെ മേലെ പുലി അങ്ങനെ കയറിയിരിക്കുന്ന കാഴ്ച. പിന്നെ കുരങ്ങ്, മാനുകൾ ഇഷ്ടം പോലെ കണ്ടു. അങ്ങനെ പശുക്കൾ, പിന്നെ അങ്ങനത്തെ കുറേ മയിലുകൾ, അതിൽ കുറേ ജീവികളെ കണ്ടു. അതൊരു ഏകദേശം നമ്മളൊരു 4 മണിക്ക് പോയിട്ട് ഒരു 6-6:30 ആയപ്പോഴാണ് തിരിച്ചു വന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സോവനിയർ ഷോപ്പുണ്ട്. അവിടെ പോയാൽ ഈ കുറേ അതിനോട് ബന്ധപ്പെട്ട പിക്ചറുള്ള ബനിയൻ, അതിനോട് ബന്ധപ്പെട്ട ബാഗുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. നല്ല ക്വാളിറ്റിയാണ്. നല്ല കുറച്ച് ഷോപ്പ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി അവിടെയുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഗീർവനങ്ങളിലേക്കാണ് യാത്ര തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം തന്നെ വേറൊരു ഓഫീസ്, അവിടെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പിറ്റേ ദിവസം നമ്മൾ കുറേ സ്ലോട്ട് ഉണ്ട് അവർക്ക്. അതായത് 2.5 മണിക്കൂർ വെച്ചിട്ടുള്ള സ്ലോട്ട് ഉണ്ട്. നമ്മൾ 6 മണിയുടെ സ്ലോട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്. 6 തൊട്ട് ഏകദേശം ഒരു 9:30-10 മണി വരെയുള്ള അത് കഴിഞ്ഞാൽ അടുത്ത സ്ലോട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം 7 മണി വരെ അല്ല 6:30 വരെയായിട്ട് ആ സ്ലോട്ട് ഇങ്ങനെ പോകും. ഞങ്ങൾ രാവിലെ പോകുന്നത് എന്താ വെച്ചാൽ അത്ര ചൂടുണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. നമുക്കവിടെ ഇതുപോലെ തന്നെ ഒരു ഓപ്പൺ ജീപ്പാണ് പക്ഷേ നമുക്കവിടെ തയ്യാറാക്കിയിരുന്നത്. ഗവൺമെൻറ് അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന കേട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 20-25 ജീപ്പ് അതുപോലത്തെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നിറച്ച ആൾക്കാരുണ്ട്. ഇത്ര രാവിലെ തണുപ്പുണ്ടായിരുന്നു, രാവിലെയൊക്കെ തണുപ്പുണ്ട്, രാത്രിയാകുമ്പോഴും തണുപ്പുണ്ട്. പകൽ മാത്രമാണ് കുറച്ച് ചൂടുള്ളത്. ഓഫ് സീസൺ ആയിട്ട് പോലും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. നമ്മളവിടെ അത് പക്ഷേ ഞാൻ കണ്ടപ്പോഴെനിക്ക് പേടിയായ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അതൊരു ഓപ്പൺ ജീപ്പാണെന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് കുറച്ച് കേജ് പോലെ നമ്മളെ കൂട്ടിലിട്ടിട്ട് മൃഗങ്ങളൊക്കെ പുറത്ത് വിഹരിക്കുന്നതായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് പേടിയായി. കാരണം നമ്മൾ ഓപ്പൺ സ്പേസിൽ ഇരിക്കുമ്പോൾ മൃഗങ്ങൾ അടുത്തുകൂടി പോകുമല്ലേ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ എല്ലാവരും അതിൽ തന്നെ പോകുന്നത്. ഒരു ഗൈഡ് ഉണ്ടാവും, ഈ ഡ്രൈവറെ കൂടാതെ ഒരു ഗൈഡും ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 6 മണിക്ക് യാത്ര പുറപ്പെട്ട് ഗീർവനങ്ങളിലേക്കാണ് പോകുന്നത്. ഗീർവനം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഡ്രൈ ഫോറസ്റ്റ് ആണ്. മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്നത്. പക്ഷെ അത് ഉണക്ക മരമല്ല, അത് തിരിച്ച് പച്ചപ്പാവും. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നതാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ വനങ്ങളിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു അമ്മ സിംഹത്തിനെയും ഒരു കുട്ടി സിംഹത്തിനെയും കണ്ടു. അമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ ആ തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം നേരം വെളുത്തിട്ടില്ല കേട്ടോ, ശരിക്കും അതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു
സമയമാണത്. പക്ഷേ ഇവർക്ക് നല്ല പരിചിതമായ ആൾക്കാരാണല്ലോ. അവർ വേഗം തന്നെ ലൈറ്റൊക്കെ ഓഫാക്കി ആരും മിണ്ടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പുറകെയും വേറെ ജീപ്പുകളുണ്ട്, ഫ്രണ്ടിലുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കട്ടെ. പക്ഷെ എനിക്ക് നല്ല പേടി. പട്ടികളൊക്കെ നമ്മുടെ അടുത്ത് കൂടി പോകില്ലേ, അതുപോലെയാണ് ആ സിംഹക്കുട്ടിയും കൂടി നമ്മുടെ ജീപ്പിൻ്റെ അടുത്തേക്ക്. ഞാൻ ഒറ്റ ചാട്ടത്തിന് ഇപ്പുറത്തെത്തി. എന്നാൽ ഞാൻ ഈ സൈഡിൽ, എൻ്റെ സൈഡിൽ തന്നെയാണ് താഴത്തു കൂടി അത് പോകുന്നത്. ഞാൻ അപ്പം തന്നെ ഇപ്പുറത്തെത്തി. എൻ്റെ ഹസ്ബൻഡ് സുനിലാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഭർത്താവായാലും ആരായാലും നമ്മുടെ ജീവനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊതിയുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അങ്ങനെ കടിച്ചാലും കുഴപ്പമില്ല ഞാൻ ഇപ്പുറത്തേക്ക് ചാടിയോണ്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലെ ഒരു ആക്ഷനാണത്. പക്ഷെ അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യണമെന്നില്ല കേട്ടോ. അത് താനെ അങ്ങനെ ഒരു രാജാവിൻ്റെ ഗമയോടുകൂടി അത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ ഒരിടത്ത് പോയിരുന്നു. അതിൻ്റെ കുട്ടി അതിൻ്റെ അടുത്ത് പോയിരുന്നു. അതിനെ കുറേ നേരം കാണാൻ വേണ്ടി തന്നെ അത് പോസ് ചെയ്യുന്ന മാതിരി നമുക്ക് തോന്നി. അതിനെ കണ്ടു. പിന്നെ നമ്മൾ മുമ്പോട്ട് യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സിംഹത്തിൻ്റെ കാൽപാദങ്ങൾ നമ്മളെ മണ്ണിൽ വഴിയിലൊക്കെ പതിഞ്ഞതായിട്ട് ഈ ഡ്രൈവറും ഗൈഡും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ സിംഹം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ജീപ്പൊക്കെ നിർത്തി അനങ്ങാതെ സംസാരിക്കാതെ മിണ്ടാതെ നിൽക്കും. കാരണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാമല്ലോ. മാത്രമല്ല ഇതിൻ്റെ ഒരു ഒച്ച ഇവർക്ക് നല്ല പരിചിതമാണ്. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെന്നെങ്കിലും ഒച്ച വരുന്നുണ്ടെങ്കിൽ ഇവരത് ശ്രദ്ധിക്കും. ഏത് മൃഗത്തിൻ്റെയാണെന്നും അവർ പറയും അത്. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജലാശയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നാച്ചുറൽ സോഴ്സ് ഉണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ചില സ്ഥലത്തൊക്കെ ഇവർ ജലാശയങ്ങൾ കുഴിച്ചിട്ട്, ഒരു കുളം പോലെ കുഴിച്ചിട്ട് മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ. കാരണം നല്ല ഡ്രൈ ആണ് അവിടെ, ഒന്നുമില്ല. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് അവിടെ എത്തുകയും ചെയ്യും. അതുകൊണ്ടൊരു കാരണം. അങ്ങനെ നമ്മൾ മാനുകളെ കണ്ടു. ഒരു 3 മണിക്കൂർ യാത്രയാണല്ലോ. മാനുകൾ ഇഷ്ടം പോലെയുണ്ട്, ധാരാളം ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള മാനുകൾ. മയിലുകൾ ഇഷ്ടം പോലെയുണ്ട്, കുരങ്ങന്മാർ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ വേറെ എന്തിനാ കണ്ടത്? വേറെ വ്യത്യസ്തമായ പുലിയൊന്നും അവിടെ വരില്ല. കാരണം അവർ പറഞ്ഞ ചില ആളനൊക്കെ ഉള്ള സ്ഥലത്ത് പുലി വന്നാൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. ആളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പുലി അങ്ങനെ വരില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഉള്ളിൽ തന്നെയാണ്. നല്ല കുറേ അവിടെ എത്ര ഏക്കറാണെന്ന് പോലും പറയാൻ പറ്റില്ല. ഞങ്ങളൊരു 35 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. അതിലേക്ക് നമ്മൾക്ക് പ്രവേശനമില്ല. അത്രയും ഏരിയയിലൊക്കെ പ്രവേശനമുള്ളൂ. അപ്പോൾ നല്ല റോഡുകളൊക്കെയാണ് കേട്ടോ. നല്ല റോഡ്, നല്ല കാലാവസ്ഥ. രാവിലെ ആയതുകൊണ്ട് നമുക്കധികം ചൂടും എടുത്തില്ല. നന്നായിട്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ അതിൻ്റെ ഒരു എൻഡിലേക്ക് കൊണ്ടുപോയത് ഒരു ലേക്കാണ്. ആ ലേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ലേക്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, നിറച്ച് മുതലകളാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ലേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ആക്കിക്കൂടെ, ഇവർക്ക് ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാവുന്ന സ്ഥലമാണല്ലോ എന്ന്. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിനകത്ത് നിറച്ച് മുതലയാണ്. അത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ്, ആരും വളർത്തുന്ന ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വഞ്ചിയോ ബോട്ടോ ഒന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. ആരും അങ്ങോട്ട് ഇറങ്ങൂല. നല്ല ഉയരത്തിലെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് കുറേ ഇറിഗേഷനൊക്കെ അവർ വെള്ളം എടുക്കുന്നതും. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ലേ കാട്ടിലേക്കുള്ള നാച്ചുറലായിട്ട് വരുന്ന വെള്ളം ഒഴുകി വരുന്നതും. എനിക്ക് ആ ഒരു ലേക്കിൽ നിന്നാണ്, ആ ഒരു തടാകത്തിൽ നിന്നാണ് വരണതെന്ന് മനസ്സിലായത്. നമ്മളത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇവിടെ എത്തി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയും കുറേ സോവനിയർ ഷോപ്പൊക്കെ ഉണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഗീർവനങ്ങളിൽ കൂടിയുള്ള യാത്ര 3 മണിക്കൂർ അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ നല്ലതാണ്. നമ്മൾ ഒട്ടും പേടിക്കാനൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി. താങ്ക് യു.